ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫെമിനാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കുറേ ദിവസമായിട്ട് ഇടാനൊന്നും പറ്റിയിരുന്നില്ല. ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റാതിരുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ തുടർന്ന് വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ. സെയിൽ വീഡിയോ ആയിട്ടും അല്ലാതെ ആയിട്ടും നമ്മൾ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ലെഗസിയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു മദർ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് അല്ല കേട്ടോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇതിൽ 3 ഷൂട്ട് വന്നിട്ടുണ്ട്. ഇതിലെ ഓരോ ഷൂട്ട്സുമാണ് നമ്മൾ കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൈസൊക്കെ കൃത്യമായിട്ട് കാണാം കേട്ടോ. ഇനി പ്ലാന്റ് അയച്ചു കഴിയുമ്പോൾ പറയും ചെറിയ പ്ലാന്റ് ആയിരുന്നു അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത്. ഏകദേശം 4 ലീഫ് സ്റ്റേജിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു കൂമ്പല വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്. ഇതോ ഒരു പ്ലാന്റ്. അടുത്തൊരു പ്ലാന്റ് വരുന്നത് ഇതാ, ഇതൊരു പ്ലാന്റ്. ഇതിനും 4 ലീഫോളം വന്നിട്ടുണ്ട് കേട്ടോ. 4 അല്ല 5 ലീഫോളം വന്നിട്ടുണ്ട്. ഇതാ, ഇതും ഒരു പ്ലാന്റ്. ഇങ്ങനെ 3 പ്ലാന്റാണ് നമ്മുടെ ലെഗസിക്ക് ഷൂട്ടായിട്ട് വന്നിട്ടുള്ളത്. ഈ 3 ഷൂട്ടുകളാണ് നമ്മൾ കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. 100 റുപ്പീസാണ് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും സൈസൊക്കെ നോക്കി കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാം കേട്ടോ. അടുത്തത് അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയ്ക്കും വലിയൊരു പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു പ്ലാന്റിന് വെറും 50 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് ഷൂട്ട്സുകളൊക്കെ വരുന്നതും നമുക്ക് അധികം കെയറിങ് ഒന്നും ഇല്ലാത്ത ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് 3-4 ഷൂട്ടൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 50 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഈ ഒരു പ്ലാന്റ് ബോക്സറിൻ്റെ ഒക്കെ ഒരു ഏകദേശം അങ്ങനത്തെ അല്ല, എന്നാലും ഏകദേശം അതുപോലെയൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ലീഫിന് ഇത്തിരി നീളം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് അഞ്ചുമാനി റെഡിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതാ ഈ ഒരു സൈസാണ്. ഇതാ കണ്ട, എൻ്റെ കൈപ്പത്തിയുടെ അത്രേ ഉള്ളൂ കേട്ടോ വലിപ്പം. ഇത് തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ സൈസ് വലുതായിട്ട് തോന്നും. അത്രക്ക് വലുതൊന്നുമല്ല, ചെറിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. 70 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറൊക്കെ വന്നിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ സീഡ്ലിങ്ങിന് തന്നെ 130 റേറ്റൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഈ ഒരു പ്ലാന്റിന് ഇപ്പോൾ റേറ്റ് വരുന്നത് 180 റുപ്പീസാണ്. 180 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഫ്ലവർ വന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണിത്. അടുത്തത് നമ്മുടെ നോർമൽ ZZ പ്ലാന്റ് ആണ്. ഈ ZZ പ്ലാന്റിൻ്റെ ഇത്രയ്ക്കും ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറും 100 രൂപ മാത്രമാണ് കേട്ടോ. 100 റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ഉള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ സൈസൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇനി നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അതേ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചും തരിക കേട്ടോ. അടുത്തത് നമ്മുടെ ബ്ലാക്ക് ZZയുടെ പ്ലാന്റ് ആണ്. ഇതുപോലെ സിംഗിളായിട്ടുള്ള ഓരോ ഷൂട്ട് പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇതിനും വെറും 100 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ് ബ്ലാക്ക് ZZ. നോർമൽ ZZയേക്കാളും റേറ്റ് കൂടുതലാണ് ബ്ലാക്ക് ZZക്ക് വരുന്നത്. എന്നാൽ നമ്മൾ സിംഗിൾ ഷൂട്ട്സിലേക്ക് 100 രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർ വാട്സപ്പിൽ ഓർഡർ ചെയ്യാം കേട്ടോ. നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് ബോക്സർ പ്ലാന്റ് ആണ് കേട്ടോ. അഗ്ലോണിമയുടെ ബോക്സർ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
എല്ലാനും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. ഇതാ ഇങ്ങനെ ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പ്ലാന്റ്സുകളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ. പിന്നെ എല്ലാത്തിനും റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് 100 രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. 100 റുപ്പീസാണ് റേറ്റ് വരുന്നത്. എല്ലാവരും പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ജയ്പൂർ റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. ജയ്പൂർ റെഡിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാ ഈ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ വലിയ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് അതും വന്ന് ഷൂട്ട് വരുന്നതാണ് കേട്ടോ. അത് കണ്ടാൽ അറിയാൻ പറ്റും. ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടുന്ന് മുളച്ച് വരുന്ന ഷൂട്ടാണ് കേട്ടോ ഇത്. ഏകദേശം 3 ലീഫ് മാത്രമേ ഉള്ളൂ. ചെറിയ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് വെറും 90 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ. കണ്ടാൽ മനസ്സിലാവും. എന്താ 3 ലീഫ് മാത്രമാണുള്ളത്. ഈ ഒരു പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താ ഇതും നമ്മൾ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിന് 4 ലീഫ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി അതിനേക്കാളും കുറച്ചും കൂടി വലിയ പ്ലാന്റ് ആണ്. ഇതിന് 110 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് ഈ ഒരു സൈസ് വരുന്നത് 150 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാ ഈ ഒരു സൈസൊക്കെ വരുന്നതിന് 180 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി അതിലും കുറച്ചും കൂടി വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാ ഇത് വലിയ ലീഫാണ്. മെച്യൂർഡ് ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇത്. ഇതിന് 200 റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത്. 200 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ മെയിനായിട്ടും DTDC വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത്. ഇനി സ്പീഡ് പോസ്റ്റ് വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുക്കും കേട്ടോ. അത് നേരത്തെ നമുക്ക് മെൻഷൻ ചെയ്യണം. അവർക്ക് മാത്രമേ അങ്ങനെ അയച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.